കൊട്ടാരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ ഉടൻ ആരംഭിക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ ഓണപരിപാടി ആഘോഷമാക്കണം. നീ മാവേലിയും ബാഹുബലിയും ഒന്നാണോണാ? അറിയത്തില്ലടാ, ബന്ധുക്കളാന്ന് തോന്നുന്നു. മാവേലിയുടെ മാവേലിനാണോ? നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് സംശയം കൂടുന്നുണ്ട്. ഇനി സംശയം ചോദിക്കാനായിട്ട് വാ തുറന്ന മാവേലിയുടെ അതേ അവസ്ഥയായി. എന്തുവാണാ? ചവിട്ടി താത്തിളയും വാടാ. നന്മയുടെയും സമൃദ്ധിയുടെയും പുതിയൊരു ഓണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈ ഓണാഘോഷത്തിലേക്ക് ഈ നാട്ടിലെ യുവതികളെയും യുവാക്കളെയും ക്ഷണിച്ചുകൊള്ളും. നന്മയുടെയും സമൃദ്ധിയുടെയും പുതിയൊരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. എന്തുവാടാ ഇത്? കഥാപ്രസംഗോ? ഒരു മൈക്ക് കിട്ടിയാൽ പിന്നെ മാറരുത് കേട്ടോ. അവനെ കൊണ്ട് പറ്റുന്ന പരിപാടിയാടാ. പോടാ. നീ ആ പ്രോഗ്രാം കണ്ടു എടുത്ത്. കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. കൃത്യം 9 മണിക്ക് തന്നെ കൂട്ടാനോട്ടം. എന്തുവാടാ നീ എഴുതി വെച്ചേക്കുന്നത്? എനിക്ക് ഇയാളെ കൊണ്ടാക്ക്. അച്ഛനും അറിയുന്നുണ്ട്. ആരും ഇല്ലൂടെ ഇവിടെ? മൈക്ക് എന്തിന്? അനൗൺസ്. ഒരു കാര്യം ചെയ്യ്, അതിൻ്റെ പുറയിൽ ഒരു കേടായ മൈക്ക് കിടപ്പുണ്ട്. നീ ആരും കേൾക്കാൻ അതിൻ്റെ പുറയിൽ പോയി രഹസ്യമായിട്ട് അനൗൺസ് ചെയ്യും. ഓ, അവസാനം ഞാൻ കാണത്തുള്ളു അനൗൺസ് ചെയ്യാൻ. കൊട എവിടെ നോക്കണ്ടേ? എൻ്റെ നെഞ്ചത്തെടുത്ത് വെക്കടാ. നെഞ്ചത്താ ഒരു എടാ പോടാ പോ. എടാ അവിടെ ഇവിടെ വെക്കടേ എടുക്കാ. 1 2 3 4 1 2 3. ഏയ് വന്നേ വന്നേ. ആ മണ്ട മുതലാളി മറ്റേ ഒരു ട്രോഫി കൊണ്ടുവന്നില്ലേ? മണ്ട മോലാളിയോണ്ട് ഈ ഓണത്തിന് കുറച്ച് പൈസ കയ്യിരിക്കും. ഒന്നും പറയല്ലോ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യടാ? അയാൾ എന്ത് ചെയ്യേ? അല്ല മുതലാളി, ഇവിടെ ഫണ്ടെന്ന് പറഞ്ഞു. മുതലാളി ഇങ്ങോട്ടിരിക്കേ. ഇതിനാ പണ്ട് 2 സെക്കൻഡ് കൊണ്ട് ഉറിയടിച്ച് പൊട്ടിച്ചപ്പോൾ കിട്ടിയ ട്രോഫിയാ. കഴിവുള്ളവന് കൊടുത്താൽ മതി. 2 സെക്കൻഡോ? പിന്നെ ഉരയുടെ മണ്ടകൂടെ പറന്നാടി അടിക്കല്ലായിരുന്നോ? അല്ല മുതലാളി, ഈ പറന്നാടി അടിച്ചപ്പോൾ ഉറിക്കോല എവിടെ വെച്ചേക്കുമായിരുന്നു? ഉറിക്കോലൻ്റെ കീഴിൽ തൂക്കിയിട്ടേക്കുമായിരുന്നു. അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. താഴെ നിൽക്കുന്നവർക്ക് ഭയങ്കര കാഴ്ചയായിരിക്കും. ബിസ്ക്കറ്റ് അടി മത്സരം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ബിസ്ക്കറ്റ് അടി മത്സരത്തിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. ഏത് ബിസ്ക്കറ്റിലാ കടിക്കുന്നേ? അല്ല മുതലാളി, ആരോട്? ആരെ? അല്ല മുതലാളി, നമ്മുടെ ഈ വട്ടത്തിരിക്കുന്ന ആരോ റൂട്ടുണ്ടല്ലോ. ഓ ഓ ഓ നിടക്കണല്ലോ. പട്ടി ബിസ്ക്കറ്റാ. അതാകുമ്പോ കഴിക്കാമല്ലോ. കാര്യം പറയാം. എന്നെയും കൂടെ ബിസ്ക്കറ്റ് മത്സരത്തിൽ ചേർക്കണം. പ്രവേശന ഫീസ് ഉണ്ടോ? പ്രവേശനമൊന്നുമില്ല, ഞാൻ ചേർത്താ മതി. ഏതാടാ ഈ ചെറുക്കനൊക്കെ? ഇവനാ പായസിന്റെ മോനല്ലേ? ചുമ്മാ എവിടെ പൈസ എടുത്തുണ്ടോ? പടാ. അണ്ണാ എൻ്റെ പൈസ ഇല്ല, എൻ്റെ ചേച്ചി പോയിട്ട് നമ്മൾ കൊണ്ടുതരും. ആ നീ ബിസ്ക്കറ്റ് അടിച്ചോ. ഓക്കോ നോക്കിക്ക് ഇങ്ങോട്ട് വളരെ എടുക്കാം. എന്തുവാടാ ഈ കാണിക്കുന്നേ? നമ്മുടെ മറ്റേ ഗാർഡൻ സെക്ടർ ഉണ്ടല്ലോ, അതിന്റെ വട്ടം വരയ്ക്കണം. അപ്പൊ അതെങ്ങനെ? അതിനാന്നോടാ ഈ സേവാനാഴിയിട്ട് കറക്കുന്നേ? കഷ്ടം. ഗാർഡൻ സർക്കിളോ? അതൊന്നും പിള്ളേർക്ക് പറ്റിയ കളിയല്ല. അത് മാന്യന്മാർക്ക് പറ്റില്ല. ശരിയാവത്തില്ല. വേണ്ട. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. കുളങ്കര നടത്താം. അതായിരുന്നു. ആ കുളങ്കര നടത്തിക്കോ. അതുവഴി ഈ കുളം വരയ്ക്കാൻ നിൽക്കുമ്പോൾ
ചെറിയ കുളം വരച്ചാൽ മതി. വലിയ കുളം വരയ്ക്കാൻ ആകെ കുളമായി പോകും. അങ്ങോട്ട് നമ്മുടെ റോക്കറ്റ് വിജി വന്നു കേട്ടോ. അണ്ണാ അവൻ്റെ രസീത് കൊടുക്കണ്ടേ? രസീതൊന്നും വേണ്ട, നാളെ ക്ലിയർ വേണം. ശരി ശരി. പറ്റത്തില്ല ഞാനൊരു പരിപാടി ചീഫ് ഗസ്റ്റ് പറ്റത്തില്ല. കാര്യപരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അണ്ണ അടുത്ത കളി ഏതാ അണ്ണ? അടുത്ത കളിയൊക്കെ നീ ചെല്ല്, പോ. വിളിക്കാം പോ ചെല്ല്. നീ കുറ്റി അടിച്ചിരിക്കാ, പോടാ. അടുത്ത ഉറിയടിയാടാ, പോയി മൺകലം എടുത്തോണ്ട് പോടാ. പോടാ ഇരുന്ന് ഉരുടിക്കാൻ മൺകലം വേണോ? വല്ല അലൂമിനിയം കലം വല്ല വാങ്ങിച്ചാ പൊട്ടട്ടോ ഇല്ല, അതിന്റെ കാശും ലാഭിക്കാം. ഇവിടെ സെക്രട്ടറിയുടെ വാക്കിനാണോ വില, അതോ കണ്ണി കണ്ട അലവലാദികളുടെ വാക്കിനാണോ വില? അദ്ദേഹത്തെ പോലൊരു മാനിന്റെ മുഖത്ത് നോക്കി അലവലാതി വിളിച്ച് ഒട്ട് ശരിയായില്ല. മാന്യൻ ഇയാള്. അതുകൊണ്ട് ആ കാണുന്ന വീട്ടിലെ ചേച്ചി കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയതിന് കഴിഞ്ഞ തിരുവോണത്തിന് അയാൾ അതാണ്ട് ഈ കാണുന്ന തെങ്ങി പിടിച്ച് കെട്ടിയിട്ടേക്ക് വരുന്നത്. ഇയാളാ മാന്യൻ. അനാവശ്യം പറയരുത്. ഓ, ഇയാൾക്ക് അനാവശ്യം കാണിക്കാം, നമ്മൾ പറയുന്നയാ കുറ്റം. പലതും പറയാം, മൊലാളി പോകരുത്. ഇവനിവിടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എന്റെ ട്രോഫി മൊലാളി പോകരുത്. തോപ്പ് പറയാം ഇവനോട്. ശരി, ഞാൻ പോ. നീ കിടന്ന് കൊണ്ടാക്കട. കണക്ക് കാണിച്ചിട്ട് പോയാ മതി. കളിയാ നമ്മള് ഞാൻ ചുമ്മാ ദേശീയ എന്തെങ്കിലും പറഞ്ഞോളൂ. അതിനെന്തോ കണക്ക് കാണിക്കാനാ? കാര്യമൊക്കെ തന്നെ കാര്യമാക്കുന്നില്ലടാ. നീ കണക്ക് കാണിച്ചിട്ട് പോയാ മതി. ഏത് കണക്കാൻ കാണിക്കണോടാ? നിന്റെ മുണ്ടക്കയത്തുള്ള മാമിയുടെ വീട്ടിൽ നീ 1000 രൂപ പിരിവ് മേടിച്ചാലാന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ച് കാറ് വിളിച്ചു വന്നെ 2000 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത കണക്ക് ഞാൻ കാണിക്കണോ? 6 പോക്കറ്റ് എടുത്ത് കൊടുത്ത് എന്റെ നീ വർഷത്തിൽ 2 കളസം നീ ആകെ മേടിക്കുന്ന ക്ലബിന്റെ പൈസ കണക്ക് വെച്ചിട്ട് നീ നിന്റെ കണക്ക് ഞാൻ ഇപ്പൊ തീർത്തരാടോ. നീ മൊലാളി ചവിട്ടോടാ. നിനക്കൊക്കെ ഇയാളോ വല്ല നക്കാൻ തരുന്നുണ്ടോ പട്ടികളെ നീയൊക്കെ ഇയാളോട് കാണിക്കുന്നത്? നിന്റെ ഉണ്ടാ നിന്റെ കോളം തീർന്നടാ. അണ്ണ ഇത് ഏത് കളിയാ അണ്ണ? എന്നിട്ട് പറഞ്ഞു തരാടാ. പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാ.